നമസ്കാരം. AC വിനൂസിൻ്റെ ഉള്ളു തുറന്ന പരിപാടിയിൽ ഇന്ന് തന്ത്രി കുടുംബാംഗവും അയ്യപ്പധർമ്മസേനയുടെ പ്രസിഡന്റുമായ ശ്രീ രാഹുൽ ഈശ്വർ. സ്വാഗതം ശ്രീ രാഹുൽ ഈശ്വർ. നമസ്കാരം സർ. ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരുപക്ഷെ മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലാകും. വിഷയം ശബരിമല തന്നെയാണ്. കഴിഞ്ഞ തുലാമാസം മുതൽ ഇങ്ങോട്ട് ഇതിനിടയ്ക്ക് ചിത്തിര ആട്ടത്തിരുന്നാൾ, പിന്നീട് വൃശ്ചികം, ധനു, മകരം, ഇപ്പോൾ കുംഭമാസ പൂജകൾക്കായി നട തുറന്നു കഴിഞ്ഞു. ഇപ്പോഴും ശബരിമല ഇന്ത്യ ഒട്ടാകെ ഒരു വിവാദ ചർച്ചയിൽ തന്നെ തുടരുകയാണ്. ഒരുപക്ഷെ ഇതിനെങ്ങനെ അറുതി വരും? രണ്ട് വഴികളെ ഇതിനുള്ളൂ. ഒന്നെങ്കിൽ സുപ്രീം കോടതി റിവ്യൂ അനുവദിക്കണം, അല്ലെങ്കിൽ 7 ബെഞ്ചിലേക്ക് വിടണം, അല്ലെങ്കിൽ ഒരു ഓർഡിനൻസ് നിയമനിർമ്മാണം. ഈ വിഷയത്തിൽ ഭക്തസമൂഹം, എല്ലാ ഹൈന്ദവ സംഘടനകളും, വിശ്വാസത്തെ അനുകൂലിക്കുന്ന നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും അടക്കം ശബരിമല വിഷയത്തിന് വലിയ പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ മുസ്ലിം സംഘടനകൾ ഔദ്യോഗികമായി തന്നെ യോഗം കൂടി ശബരിമലയെ സപ്പോർട്ട് ചെയ്തു. PC ജോർജ് അടക്കമുള്ള ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ച എന്നാൽ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ, PC ഷോൺ ആകട്ടെ, ബാക്കി പള്ളികളാകട്ടെ ഒക്കെ അനുകൂലം പറഞ്ഞു. ഇന്ന് പ്രധാനമന്ത്രി, അധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു എന്ന് ഒരുപക്ഷെ സാർ ഓർക്കും. പക്ഷേ ഇന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ഒരു സെൻറ്റർ റൈറ്റ് നിൽക്കുന്ന BJPയും അതുപോലെ സെൻറ്റർ ലെഫ്റ്റ് നിൽക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അടക്കം ഈ വിഷയത്തിൽ ശക്തിയുക്തം ശബരിമലയെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ജല്ലിക്കട്ട് മോഡൽ ഓർഡിനൻസിലൂടെയാകാം, അല്ലെങ്കിൽ സുപ്രീം കോടതി. ഇനി ഓർഡിനൻസേ ഇതുള്ളൂ, കാര്യം പാർലമെന്റിന്റെ സമ്മേളനം കഴിഞ്ഞു. അതുകൊണ്ട് ഒന്നെങ്കിൽ ഓർഡിനൻസ് അല്ലെങ്കിൽ സുപ്രീം കോടതി. പക്ഷേ ഇനിയൊരു സമയത്തിനിടയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഒരു ഓർഡിനൻസിനുള്ള ഓർഡിനൻസിന് ലീഗൽ പോസിബിലിറ്റി ഉണ്ട്. മാർച്ച് ആദ്യവാരമൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ ഇലക്ഷൻ അനൗൺസ് ചെയ്യാൻ വരിക. അതുവരെയാണെങ്കിലും ഓർഡിനൻസിന് പോസിബിലിറ്റി ഉണ്ട്. അതിനുശേഷമാണെങ്കിലും എക്സ്ട്രാ ഓർഡിനറി സാഹചര്യം സൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓർഡിനൻസ് പോസിബിളാണ്. ഇതിനിടയ്ക്ക് നമുക്ക് ഈ പ്രശ്നം തുടങ്ങിയതിന് ശേഷം മുഖ്യമന്ത്രി ഈ തന്ത്രി കുടുംബാംഗങ്ങളെയും അതിനോടൊപ്പം തന്നെ പന്തളം കൊട്ടാരത്തിനെയും ഒക്കെ തന്നെ ചർച്ചയ്ക്ക് വിളിക്കേണ്ട ഒരു സമവായത്തിന്. പക്ഷേ ഇതെങ്ങനെ സമവായമാക്കാനാണ്? കാരണം നമ്മൾ ഈ ശബരിമലയിൽ യുവതീ പ്രവേശം നിഷേധിച്ചിരിക്കുന്നതിന് പിന്നിൽ അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെ സമവായം? രണ്ട് കാര്യങ്ങളാണ് സാർ. ഈ ലാംഗ്വേജ്, നമ്മൾ ഈ ഭാഷ പലപ്പോഴും ഉപയോഗിക്കുന്നതിൻ്റെ ഒരു വലിയ ഈ ചർച്ചകൾക്കൊക്കെ ഉള്ള പ്രശ്നം. ഞങ്ങൾ അതുകൊണ്ടാണ് വളരെ കെയർഫുൾ. അങ്ങ് പറഞ്ഞ 100% യോജിച്ചുകൊണ്ട് തന്നെ ശബരിമലയിൽ യഥാർത്ഥത്തിൽ ഒരു പ്രായ നിയന്ത്രണമാണ്. അതിനെ പ്രവേശന നിഷേധമായി കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും എന്തിനെയോ തടയുന്നു എന്ന ഫീല് വരും. പകരം ശബരിമലയിൽ ഒരു ഏജ് റെഗുലേഷൻ ഉണ്ട്, ജെൻഡർ റെസ്ട്രിക്ഷൻ അല്ല. ഇന്ന് 40 വയസ്സായ സ്ത്രീക്ക് പോകാൻ കഴിയില്ലെങ്കിലും നാളെ അല്ലെങ്കിൽ 50 വയസ്സായിട്ട് പോകാം. അതുകൊണ്ട് ശബരിമലയിൽ ഒരു പ്രായ നിയന്ത്രണം മാത്രമാണ് ഉള്ളതെന്ന് സൂചിപ്പിച്ചു. പക്ഷേ CPM സർക്കാർ വളരെ വിഷമത്തോടെ പറയട്ടെ, അവരുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തി ശ്രീ പിണറായി വിജയൻ അവർ അടക്കം ഒരു സ്റ്റേറ്റ്സ്മാൻലി അപ്രോച്ച് എടുത്തില്ല. പ്രളയത്തിന് ശേഷം, പ്രളയം ഒരുപക്ഷെ മനുഷ്യനിർമ്മിതമായിരിക്കാം, പക്ഷേ പ്രളയത്തിന് ശ്രീ പിണറായി വിജയൻ അവർ ഓടി നടന്ന് കേരളത്തിൻ്റെ ഒരു കാരണവരെ പോലെ പ്രവർത്തിച്ചത് എതിർഭാഗങ്ങളിൽ നിന്ന് പോലും ബഹുമാനം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. പക്ഷേ ശബരിമല വിഷയത്തിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഗുഡ്വിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ കളഞ്ഞു കുളിച്ചു. 51 യുവതികൾ കയറിയെന്ന് കള്ളം പറഞ്ഞു, ശ്രീലങ്കൻ യുവതി കയറിയെന്ന് കള്ളം പറഞ്ഞു, അങ്ങനെ ആൾക്കാരെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒളിച്ചു കയറ്റി. ഈ രീതിയിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ്സ്മാൻലി അപ്രോച്ചിന് ചേരാത്ത കാര്യങ്ങൾ ഒരു പാർട്ടി സെക്രട്ടറി പ്രതികാരം തീർക്കുന്ന രീതിയിലേക്ക് ആദരണീയനായ മുഖ്യമന്ത്രി പോയത്, ഞങ്ങളുടെ കൂടെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന വ്യക്തിയല്ല ഞാൻ, പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോയത് ശരിയായില്ല, ദൗർഭാഗ്യകരമായി പോയി. ഈ ഇങ്ങനൊരു നവാധ്വാനം കാണിക്കാൻ വേണ്ടിയായിരുന്നു ഒരുപക്ഷെ പ്രയാറിനെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് മാറ്റിയതും. കാരണം ഒരുപക്ഷെ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പമ്പയിൽ വെച്ച് ശ്രീ പ്രയാർ ഇടപെടുകയുണ്ടായി. 360 ദിവസവും തുറക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു ക്ഷേത്രമല്ല എന്ന് പറഞ്ഞത് ഒരുപക്ഷെ കാരണമായിരിക്കാം. മുഖ്യമന്ത്രിക്ക് അത് ഇഷ്ടപ്പെടാതെ. അതെ, ഒരുപക്ഷെ കാരണമായിരിക്കാം. കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദേവസ്വം ബോർഡ് ഒരു സർക്കാരിൻ്റെ കൂടെ അല്ലെങ്കിൽ സർക്കാരിന് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു ക്വാസി ഗവൺമെന്റൽ ബോഡിയാണ്. അത് പൂർണ്ണമായും സർക്കാരല്ല, അത് പൂർണ്ണമായും പൊളിറ്റിക്കലുമല്ല. പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണെങ്കിലും മഹാനായ മന്നത്താചാര്യനും മഹാനായ R ശങ്കറും ഒക്കെ ഇരുന്ന കസേരയാണ്. അതായത് കേരള ചരിത്രം ഇന്ന് കാണുന്ന രീതിയിൽ മാറ്റി എഴുതിയവർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും മെമ്പറും ഒക്കെ ആയിരുന്നു. ആ ചരിത്രമാണ് നമ്മൾ ഒരുപക്ഷെ പ്രയാർ സാറിലോ മോർ സാറിലോ ഒക്കെ കാണുന്നത്. അപ്പോൾ ഗവൺമെന്റ് തെറ്റായൊരു നിലപാട് പറഞ്ഞാൽ അതിനെ എതിർക്കാനുള്ള ആർജവം, അതിനെ എതിർക്കാനുള്ള തൻ്റെ ഇടം ദേവസ്വം ബോർഡിന് വേണം. ശബരിമലയുടെ ഇനീഷ്യൽ ഒരു റവന്യൂ അല്ല, ശബരിമല ഇനീഷ്യൽ അസറ്റ് വർത്ത് മാത്രം നോക്കിയാൽ ഏകദേശം 16,000 കോടി വർത്ത് അസറ്റ് ശബരിമല അയ്യപ്പനുണ്ടെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൾ പറയുന്നത്. പക്ഷേ 10 ലക്ഷം രൂപ വിലയുള്ള ഒരു അഡ്വക്കേറ്റിനെ പോലും ഇവർ സുപ്രീം കോടതി അവതരിപ്പിച്ചില്ല. അതൊക്കെയാണ് അതിൻ്റെ വിഷമം. ഈ കാശ്, ശബരിമല അയ്യപ്പൻ്റെ കാശെടുത്ത് ശബരിമലയ്ക്കെതിരെ വാദിക്കുകയാണ് ഉണ്ടായത്. ലോകത്തിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ, ഏതെങ്കിലും ഒരു ആത്മീയ പാതയുടെ അമ്പലത്തിനോ പള്ളിക്കോ അങ്ങനെ ഒരു ഗതികളുണ്ടാവൂ? ശബരിമലയിൽ വീഴുന്ന കാശെടുത്ത് ശബരിമലയ്ക്കെതിരെ വാദിക്കുക, അയ്യപ്പനെ വിശ്വസിച്ച് നമ്മൾ കൊണ്ടിടുന്ന കാശെടുത്ത് അയ്യപ്പനെതിരെ വാദിക്കുക, അത് നീതിയല്ല. ഗവൺമെന്റിന് ശക്തിയുക്തം ഞങ്ങളെ എതിർക്കാം, വിശ്വാസികളെ എതിർക്കാം, പക്ഷെ ദേവസ്വം ബോർഡ് എതിർത്തത് ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി എന്നും നിലനിൽക്കും.
നമുക്കറിയാം ഈ തീർത്ഥാടന കാലം, മണ്ഡല മകരവിളക്ക് കാലം തീർത്ഥാടകരുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ഈ കുംഭമാസ പൂജകൾക്കായാലും ഇനി അങ്ങോട്ട് അടുത്ത മാസം ഉത്സവവും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. ഈ സമയത്തും തിരക്ക് കുറയാൻ തന്നെയായിരിക്കും സാധ്യതയില്ലേ? കറക്റ്റ്. കാര്യം അതൊരു പ്രതിഷേധത്തിൻ്റെ സ്വരം കൂടി അതിനുണ്ട്. ഓഫ് കോഴ്സ് പ്രൊട്ടസ്റ്റുകൾ കാരണം സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണെന്നുള്ള ധാരണയുണ്ട്. അതോടൊപ്പം ഒരു പ്രതിഷേധമുണ്ട്. 100 കോടി 96 കോടി 100 കോടിയോളം രൂപ ദേവസ്വം ബോർഡിന് റവന്യൂ നഷ്ടം വന്നു. എന്നാൽ KSRTC ലാഭം ഉണ്ടാക്കി. KSRTC ലാഭം, ശബരിമല സീസൺ കാരണം KSRTC ലാഭം ഉണ്ടാക്കിയെന്ന് KSRTC തന്നെ പറയുകയുണ്ടായി. അപ്പോൾ KSRTCക്ക് ലാഭവും ശബരിമലയ്ക്ക് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നഷ്ടവും എങ്ങനെ ഉണ്ടായി? കാര്യം ആൾക്കാർ വിശ്വസിച്ച് അയ്യപ്പന് വേണ്ടി കാശിടുന്നത് അയ്യപ്പന് വേണ്ടി ഉപയോഗിക്കില്ലെന്ന് മാത്രമല്ല, അയ്യപ്പനെതിരെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. 1200ഓളം 1250ഓളം 48ഓളം ക്ഷേത്രങ്ങളാണ് ദേവസ്വം ബോർഡിനുള്ളത്. ഇതിലെ 1200 ക്ഷേത്രങ്ങളെ നിലനിർത്തുന്നത് ശബരിമലയാണ്. അവിടെ തിരിവെക്കാനുള്ള കാശ്, അവിടുത്തെ ആൾക്കാരുടെ ശമ്പളം അടക്കം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അമ്പലങ്ങളും തീർത്ഥാടന സർക്യൂട്ടും ഒക്കെ ഒരു ജീവൻ വെക്കുന്നത് നമ്മുടെ മണ്ഡല മകരവിളക്ക് കാലത്താണ്. സൗത്ത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാന യുഗപുരുഷനോ ചരിത്രപുരുഷനോ ഹൈന്ദവരെ ഒന്നിപ്പിച്ച മതസൗഹാർദ്ദത്തെ വളർത്തിയെടുത്തൊരു വ്യക്തിയാണ് അയ്യപ്പൻ. അപ്പോൾ ആ ചരിത്രപുരുഷനോട് അവഗണന അല്ലെങ്കിൽ അവതാര പുരുഷനോട് അവഗണന കാണിച്ചുകൊണ്ട് കേരള സർക്കാർ പോയി വിശ്വാസികളോട് തികച്ചും നിഷേധാത്മകമായ സമീപനം എടുത്തു എന്നുള്ളതാണ് എൻ്റെ വിഷമം. ഒരുപക്ഷെ ഈ കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി ഉണ്ടാകാൻ കാരണം നമ്മുടെ അഭിഭാഷകർ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ധരിപ്പിക്കാതെ പോയതിൻ്റെ ഒരു പിടിപ്പുകേട്. ഒരു 20% ഉണ്ട്. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ സത്യമാണ്. ഒരു 20% നമ്മുടെ അഡ്വക്കേറ്റ്സിൻ്റെ കുറ്റം തന്നെയാണ്. ഞാനതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് പറഞ്ഞതാണ് ഈ ഡിനോമിനേഷനൊന്നും വാദിക്കേണ്ട കാര്യമില്ല, പീരീഡ്സ് അല്ല കാര്യമൊന്നും. അതാണ് വാദിച്ചതവർ. അപ്പം എൻ്റെ അച്ഛൻ ജനിക്കുന്നതിന് മുമ്പേ വലിയ അഭിഭാഷകരായ വ്യക്തികളോട് ഒരു പരിധിക്കപ്പുറം നമുക്ക് പറയാൻ കഴിയില്ല. ഇങ്ങനെ വാദിച്ചാൽ നമുക്ക് കിട്ടും. ശബരിമല ഒരു ഡിനോമിനേഷൻ ആണെന്ന് പറയുന്നു. ഇതാണ് ഒരു വാദഗതി, നമുക്ക് അനുകൂലമെന്ന് നമ്മൾ പറയുന്ന വാദഗതി. ഇത് ഞാൻ തുറന്നു പറയുന്നത് എനിക്ക് സത്യസന്ധതയുള്ളതുകൊണ്ടാണ്. നമ്മളൊരു ഡിനോമിനേഷൻ അല്ല. ഇത് പറയുന്ന ആൾക്കും കള്ളവാന്നറിയാം, കേൾക്കുന്ന ആൾക്കും കള്ളവാന്നറിയാം, വാദിക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും കള്ളവാന്നറിയാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി പറയുന്നതാണ്. ശബരിമല ഒരു ഹിന്ദു ക്ഷേത്രം തന്നെയാണ്. അതിന് പ്രത്യേക ഡിനോമിനേഷൻ സ്റ്റാറ്റസ് കൊടുത്താൽ നമ്മൾ ജയിക്കും. പക്ഷേ അത് വളഞ്ഞ വഴിയാണ്. അല്ലെങ്കിൽ പീരീഡ്സ് അല്ല അതിൻ്റെ കാര്യം. അതിൻ്റെ കാര്യം നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നൊരു കാരണമാണ്. ഈ കാരണം പലരും വിശ്വസിച്ചിരുന്നില്ല. ഇത് കാരണമാണ് ഒന്ന്. 2, ഞാൻ മുമ്പ് പല ചാനലുകളിലും അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. മുൻ ചീഫ് ജസ്റ്റിസ്, അദ്ദേഹത്തിൻ്റെ പേര് റിപ്പീറ്റ് ചെയ്യുന്നില്ല, അദ്ദേഹത്തിൻ്റെ ശരിയല്ലാത്ത ഇടപെടൽ ഈ വിഷയത്തിലുണ്ട്. ഞാനൊരു വലതുപക്ഷവാദിയാണ്, ഹിന്ദു ഐക്യവാദിയാണ്, ഹിന്ദു വലതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നതും എന്നാൽ കഴിയുന്ന ഇലക്ഷൻ സംഭാവന കൊടുക്കുന്ന വ്യക്തിയുമാണ്. എന്നാൽ മുമ്പിരുന്ന ചീഫ് ജസ്റ്റിസ് ഒരു തീവ്ര വലതുപക്ഷക്കാരനാണ്. യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി ശബരിമലയെ എറിഞ്ഞു കൊടുക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ. അപ്പം പലരും വിചാരിക്കും യൂണിഫോം സിവിൽ കോഡ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയല്ലേ, അവർ സ്ഥിരം പറയുന്ന കാര്യമല്ലേ. BJPയുടെ അടിസ്ഥാനമായ RSSന്റെ ഏറ്റവും കൂടുതൽ കാലം നയിച്ച ചീഫ് അല്ലെങ്കിൽ സർ സംഘചാലകാണ് ഗുരുജി ഗോൾവൽക്കർ. ഗോൾവൽക്കർ എന്ന് പറയുന്നതാണ്, അതായത് RSS BJP ഹൈറാർക്കിയിൽ പ്രധാനമന്ത്രി മോദിയോ മറ്റോ ഒന്നും ഗുരുജി ഗോൾവൽക്കറിൻ്റെ അടുത്ത് പോലും എത്തില്ല. അത്ര പ്രാധാന്യത്തോടെയാണ് ഗുരുജി എന്ന് വിളിക്കുന്ന ഇദ്ദേഹത്തെ കാണുന്നത്. 33 വർഷം സംഘടനയെ നയിച്ച ഗുരുജി ഗോൾവൽക്കർ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കും, ഇന്ത്യക്ക് യൂണിഫോമിറ്റി അല്ല വേണ്ടത്, യൂണിറ്റിയാണ്. എന്നിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്, ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ് നമ്മൾ വളർത്തേണ്ടത്, അല്ലാതെ യൂണിഫോം സിവിൽ കോഡ് അല്ല. മുസ്ലിം ജനസംഖ്യ കൂടുന്നു എന്ന തെറ്റിദ്ധാരണ കൊണ്ടും അവർ 4 സ്ത്രീകളെ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി ജനസംഖ്യ നമ്മളെക്കാൾ കൂടുമെന്ന തെറ്റിദ്ധാരണ, ദിസ് ഈസ് എ നെഗറ്റീവ് വേ ഓഫ് ലുക്കിംഗ് അറ്റ് തിങ്സ്, അദ്ദേഹത്തിൻ്റെ വാക്കാണ്. ഇത് കാരണമാണ് നമ്മൾ ഈ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി ശ്രമിക്കുന്നത്. ഇത് തെറ്റായൊരു അജണ്ടയാണ്. ഇതാണ് ഇന്ത്യയിലെ ഹിന്ദു വലതുപക്ഷത്തിൻ്റെ മനസ്സിൽ കിടക്കുന്ന വിഷം. ഞാൻ ഒരു കാലത്ത് യൂണിഫോം സിവിൽ കോഡ് വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ്. കാര്യം ഞങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ, ഞാൻ ഒരു ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച അല്ലെങ്കിൽ സവർണ്ണ സമുദായത്തിൽ ജനിച്ച വ്യക്തിയാണ്. ഞങ്ങളൊക്കെ വളർന്നു വരുമ്പം ചെറിയ പ്രായം തൊട്ട് കേൾക്കുന്ന നറേറ്റീവ്, സംവരണം തെറ്റും യൂണിഫോം സിവിൽ കോഡ് ശരിയും. ഇതാണ് നമ്മൾ ചെറിയ പ്രായം മുതൽ കേൾക്കുന്നത്. സംവരണം ഹിന്ദുക്കളെ വിഭജിക്കും, യൂണിഫോം സിവിൽ കോഡ് മുസ്ലിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അംഗീകരിക്കാൻ വേണ്ടി, ഇത് കാരണം അവർ എതിർക്കുന്നതാണെന്നുള്ള ധാരണയിലാണ് വളർന്നു വരുന്നത്. പക്ഷേ അതുപോലെ സമാനമാണല്ലോ ഈ മുത്തലാഖ് ബില്ലിനെ എതിർക്കുകയും ഇവിടെ നവോത്ഥാനം അതിൽ കെട്ടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അത് CPMന്റെ ഒരു ഹിപ്പോക്രസി ഉണ്ട്. പക്ഷേ വിഷയം അതല്ല. കുറെ കൂടെ ആഴത്തിൽ പോവുകയാണെങ്കിൽ ഒരു 30 സെക്കൻഡിൽ പറയാം. 2, ഈ സംവരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി കണ്ടെത്തിയ ഹിന്ദു ഐക്യത്തിൻ്റെ ഫോർമുലയാണ്.
അതായത് സവർണരും ദളിതരും രണ്ടായി നിൽക്കുകയും ഇവർക്ക് കമ്മ്യൂണൽ അവാർഡ് ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ശ്രീ അംബേദ്കർ അടക്കം അതിന് അനുകൂലമായിരുന്നു. അങ്ങനെ ഗാന്ധിജി ഒരിക്കലേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ മരണം വരെ സത്യാഗ്രഹം ഇരിക്കുമെന്ന്. അത് ഏർവാദ ജയിലിൽ പൂനെയിൽ സെപ്റ്റംബർ 18-നാണ്. അതെ, സെപ്റ്റംബർ 18-ന് ബ്രാഹ്മണനായ അല്ലെങ്കിൽ അന്നത്തെ സോക്കോൾഡ് സവർണ നേതാവായ മദൻ മോഹൻ മാളവിയെയും ദളിത് നേതാവായ അംബേദ്കറെയും ഒരുമിച്ച് പിടിച്ചിരുത്തി ഗാന്ധിജി ഒരമ്മ മക്കളെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് പോലെ ഒപ്പിടിയിച്ചതാണ് ഈ ഇന്നത്തെ സംവരണത്തിന്റെ അടിസ്ഥാനമായ പൂന പാക്ട്. ഇത് ബ്രാഹ്മണനായ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ, സവർണനായ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ, ഞാൻ ജനിക്കുമ്പോൾ വളർന്നു വരുമ്പോൾ മുഴുവൻ കരുതുന്നത് എൻ്റെ അവസരങ്ങൾ പിന്നോക്കക്കാർ തട്ടിക്കൊണ്ടുപോകുന്നു എന്നാണ്. എന്നും എനിക്ക് അവരോട് ദേഷ്യമാണ്. 2, ഈ യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യൻ നിയമം അനുസരിക്കാൻ മുസ്ലിങ്ങൾക്ക് മടിയുള്ളതുകൊണ്ടാണ് അവർ യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നതെന്ന് ധാരണയാണ്. ഞാനത് പല വേദികളിലും ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് പ്രകൃതിക്ക് ഈ യൂണിഫോമിറ്റി, ഏകശിലാത്മകത യോജിച്ച കാര്യമല്ല. ഇന്ത്യ ബഹുസ്വരതയുടെ രാജ്യമാണ്. ഇതൊക്കെ രാഹുൽ ഈശ്വറിന്റെ കാഴ്ചപ്പാടല്ല, RSS സർസംഘ് ചാലകിന്റെ കാഴ്ചപ്പാടാണ് പറയുന്നത്. 2 സ്ഥലത്ത് മദർലാൻഡ് എന്ന് പറയുന്ന RSSന്റെ മാഗസീനും ദീൻ ദയാൽ ഉപാധ്യായ എന്ന BJPയുടെ ഏറ്റവും വലിയ ഇന്റലക്ച്വലിന്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്ന വാക്കുകളാണ്: നേച്ചർ ഡസൻ ലൈക്ക് എക്സസീവ് യൂണിഫോമിറ്റി. വാട്ട് ഇന്ത്യ നീഡ്സ് ഈസ് യൂണിറ്റി ആൻഡ് ഹാർമണി, നോട്ട് യൂണിഫോമിറ്റി. അപ്പോൾ ഈ മൃദു ഹിന്ദു സമീപനം, സോഫ്റ്റ് ഹിന്ദു എന്ന് പറയുന്ന ഗാന്ധിയൻ സമീപനം, ആദ്യകാലത്ത് ഗുരുജി ഗോൾവാൾക്കർ ഒരു ഹാർഡ് ലൈനർ ആയിരുന്നു. പക്ഷെ പിന്നീട് ഇവോൾവ് ചെയ്തൊരു ഗാന്ധിയൻ സ്പെക്ട്രത്തിലേക്ക് വന്നു. ഈ സോഫ്റ്റ് ഹിന്ദു നറേറ്റീവാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസും BJPയും ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇത് നമ്മൾ മറന്നു പോകുന്നതാണ് പല പ്രശ്നങ്ങളുടെ അടിസ്ഥാനം. ഇത് ഞാൻ തുറന്നു പറയുന്നതിൻ്റെ കാരണം, നമ്മുടെ ഈ ശബരിമല അടക്കം പല പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണം, ഞാൻ നമ്മുടെ കർമ്മസമിതിയുടെ, ഞാൻ ആ പരിപാടിക്കില്ലായിരുന്നു, ഞാൻ ഡൽഹി പോയിരിക്കുന്നു. കർമ്മസമിതിയുടെ അയ്യപ്പ സംഗമം ഉണ്ടായി. അതിലും പല ആൾക്കാരും തെറ്റിദ്ധരിച്ച് പറയുന്നത് കണ്ടു, നൗഷാദ് അഹമ്മദ് ഖാനാണ് ശബരിമലയ്ക്കെതിരെ കേസ് കൊടുത്തത്. ആ മനുഷ്യർ പാവമാണ്, പെട്ടുപോയതാണ്, ഒരു മുസ്ലിം നാമധാരിയായിട്ട് പെട്ടുപോയതാണ്. മുസ്ലിമായ നൗഷാദ് അഹമ്മദ് ഖാൻ അല്ല, ബ്രാഹ്മണനായ ദീപക് മിശ്രയാണ് പ്രശ്നം, അല്ലെങ്കിൽ ബ്രാഹ്മണിക്കലായ ദീപക് മിശ്രയാണ് പ്രശ്നം. നൗഷാദ് അഹമ്മദ് ഖാൻ ഒരു ആക്സിഡന്റൽ പെറ്റീഷൻ മാത്രമാണ്. അപ്പോൾ ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന ഇന്ത്യയെ നശിപ്പിക്കും എന്ന് ഗുരുജി ഗോൾവാൾക്കർ സൂചിപ്പിച്ച കാര്യത്തെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശബരിമലയെ ബലിയായി എറിഞ്ഞു കൊടുക്കാനായിരുന്നു ശ്രീ ദീപക് മിശ്രയുടെ അജണ്ട. അപ്പം നമ്മുടെ യഥാർത്ഥത്തിൽ ഈ മാടമ്പള്ളി ഇല്ലത്തിലെ നാഗവല്ലി നമ്മുടെ ഉള്ളിലാണ്. അത് ഈ മുസ്ലിമോ ക്രിസ്ത്യാനിയോ അല്ല. ഈ നാഗവല്ലി ഹിന്ദു സമൂഹത്തിനുള്ളിലുള്ള ഈ പഴയ ജാതീയ ബോധത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് മാറ്റാൻ അതിൻ്റെ ഏക മരുന്ന് ഗാന്ധി മാത്രമാണ്. ആ മഹാത്മാഗാന്ധി എത്രമാത്രം നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ കഴിയുമോ അത് വെച്ച് മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ടാണ് ഇന്നും കോൺഗ്രസും BJPയും മഹാത്മാഗാന്ധിയിൽ ഇപ്പോൾ DYFകാരുടെ പോലും CPMകാരുടെ പോലും എല്ലാ പോസ്റ്റിലും ഗാന്ധിയാണുള്ളത്. അത് ഒരർത്ഥത്തിൽ കാവ്യനീതിയാണ്, ഗാന്ധിയിലേക്കുള്ള നമ്മുടെ തിരിച്ചുപോക്കാണ്, നല്ലതാണെന്നൊരു വിശ്വാസം. ഈ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി ശബരിമലയിൽ അങ്ങനെ പറയുന്നതിനോടൊപ്പം തന്നെ കോടതിയിൽ ബോധ്യപ്പെടുത്തേണ്ട മറ്റൊരു കാര്യമല്ലായിരുന്നു കുളത്തൂപ്പുഴയിലെ ബാലഭാവവും അച്ചൻകോവിലെ പറഞ്ഞില്ല ഭാര്യാസമേതനായി കഴിയുന്നു, ആര്യങ്കാവിൽ കൗമാരത്തിലുമാണെന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ട കാര്യം. അതായത് ഈ 4 അമ്പലങ്ങൾ ഒരു ടെമ്പിൾ സർക്യൂട്ട് ആണെന്നും കുളത്തൂപ്പുഴ ബാലനെ എന്നാണ് പറയുന്നത്. അത് ശബരിമലയിൽ എത്തുമ്പോൾ നൈഷ്ഠിക ബ്രഹ്മചര്യവും പൊന്നമ്പലമേട്ടിൽ താരക സ്വഭാവം അല്ലെങ്കിൽ പാൻതീയിസ്റ്റിക്, പ്രകൃതിയിലെ കലിഞ്ഞു ചേർന്ന ദൈവമോ അല്ലെങ്കിൽ ദൈവത്തിലെ കലിഞ്ഞു ചേർന്ന പ്രകൃതിയോ. പക്ഷേ ഈ വിഷയം നമ്മുടെ ആൾക്കാർക്ക് ഇത്രയും ഇൻഡെപ്ത് ആയിട്ട് വാദിക്കാൻ അറിയില്ല. കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്നവർക്ക് വാദിക്കാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇപ്പോൾ എതിർപക്ഷം പറഞ്ഞു വരുന്നത് എന്താണ്? അയ്യപ്പൻ ഭാര്യാസമേതനായിട്ടിരിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് യുവതികൾക്ക്? അതായത് ധർമ്മശാസ്താവിനാണ് പൂർണ്ണ, പുഷ്കല, പ്രഭാ, സത്യകൻ അടക്കം പല പേരുകളിലുള്ള ഭാര്യയും കുട്ടികളും ഒക്കെ ഉള്ളത്. ഈ മണികണ്ഠനായി ജനിച്ച ചരിത്രത്തിലെ മിസ്റ്റർ അയ്യപ്പൻ, ഞാൻ ദൈവമെന്ന് വിശ്വസിക്കുന്ന മിസ്റ്റർ മണികണ്ഠനായ അയ്യനെയും അപ്പനെയും വൈഷ്ണവരെയും ശൈവരെയും, അതാണ് അയ്യൻ പ്ലസ് അപ്പൻ, ഒന്നിപ്പിച്ച ഈ 900 വർഷം മുമ്പ് ജനിച്ച മണികണ്ഠൻ എന്ന അവതാര കൃഷ്ണനെ നമ്മൾ മറന്നുപോയി. ഇനി ഒറ്റ വരി കൂടെ പറഞ്ഞാൽ അത് മറന്നു പോകാനുള്ള കാരണമാണ് പ്രധാനം. നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഞായറാഴ്ച രാവിലെ പള്ളികളിൽ സത്സംഗം ഉള്ളതുപോലെ, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അവരുടെ പള്ളികളിൽ സത്സംഗം ഉള്ളതുപോലെ ഹിന്ദു സമൂഹത്തിന് ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ സത്സംഗങ്ങളും ഒരുമിച്ച് കൂടാനും ചർച്ച ചെയ്യാനും ചിന്തിക്കാനും ഉള്ള ഇടങ്ങളില്ല. ഇത് കാരണമാണ് നമ്മുടെ ഇടയിൽ നിൽക്കുന്നവർക്ക് പലപ്പോഴും ഈ അറിവില്ലാതെ പോകുന്നത്. ശക്തരായ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആൾക്കാർ ശബരിമലയ്ക്കെതിരെ ആദ്യം വാദിച്ചിരുന്നതിൻ്റെ കാര്യം ഇതിൻ്റെ അടിസ്ഥാനം നമുക്കറിയില്ല. അതിന് പകരം വാവരുടെ വിരോധമായിട്ട് വാവര് സ്വാമിയായ മുസ്ലിം അല്ലെന്നും വാപുരനാണെന്ന ശിവഭൂതഗണമാണെന്നും ഒക്കെ കള്ളം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. വാവരല്ല, നമുക്ക് അയ്യപ്പനെ മറന്നുപോയതാണ് നമ്മുടെ പ്രശ്നം.
അതിന് വാവരോടുള്ള ദേഷ്യം കൊണ്ടത് വാബുരനാണെന്നും വെളുത്താന്ന ക്രിസ്ത്യാനി ഇല്ല, അർത്തുങ്കൽ പള്ളി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പം ക്രിസ്ത്യൻ വിരോധവും മുസ്ലിം വിരോധവും കൊണ്ട് കാര്യമില്ല. ഒരർത്ഥത്തിൽ കാവ്യാത്മകമായി പറഞ്ഞാൽ ഒരു വരി പറയാം. നമ്മുടെ ഇടയിൽ തന്നെ പല ആൾക്കാരും പണ്ട് തൊട്ടേ പറഞ്ഞിരുന്നതാണ് ഈ വാവരില്ല വാബുരനാണ്. ആചാരങ്ങളും പലരും എത്തീസ്റ്റിക് ഹിന്ദുക്കളാണ്. പഴയ സവർക്കറുടെ ലൈനിലുള്ള നിരീശ്വരവാദ ഹിന്ദുക്കളുടെ ലൈനാണ് പലർക്കും ഉള്ളത്. അപ്പോൾ അവരെല്ലാം പറഞ്ഞിരുന്നത് ഈ യൂണിഫോം സിവിൽ കോഡ് വേണം, ഈ വിശ്വാസം ഒന്നുമല്ല പ്രധാനം, മതമല്ല പ്രധാനം, നമ്മുടെ ദേശീയതയും യൂണിഫോം സിവിൽ കോഡും എന്നൊക്കെ പറഞ്ഞിരുന്ന പലരും ഇന്ന് അതെല്ലാം മാറ്റി കെട്ടെടുത്ത് വിശ്വാസത്തോടെ വാവർക്ക് കൂടി ശരണം വിളിച്ച് അയ്യപ്പനെ കയറി പോകുന്നത് എൻ്റെ വിശ്വാസം സ്വാമി അയ്യപ്പൻ കാലത്തിൻ്റെ ഒരു കാവ്യനീതി ചെയ്യുക. അതായത് ഈ മുസ്ലിങ്ങളുടെ മേലിൽ മെക്കിട്ട് കയറാൻ യൂണിഫോം സിവിൽ കോഡ് ഉപയോഗിച്ചിരുന്ന എന്നെ കൂടെ ഉൾപ്പെടുത്തി പറയാൻ എന്നെ പോലുള്ള വലതുപക്ഷവാദികൾ ഇന്ന് വിശ്വാസം പ്രധാനമാണ്, ആചാരവും സംസ്കാരവും പ്രധാനമാണ്, വാവരുസ്വാമിക്കും വെളുത്തയ്ക്കും ശരണം വിളിച്ച് ശബരിമല അയ്യപ്പനിൽ കയറി ഇറങ്ങുന്നത് ഒരു കാലത്തിൻ്റെ കാവ്യനീതിയാണ്. ഒരർത്ഥത്തിൽ കടിച്ച പാമ്പിനെ കൊണ്ട് അയ്യപ്പൻ വിഷമിറക്കിയ. അതുകൊണ്ട് ഇത് അനുകൂലമായി തീരുമെന്നുള്ളതാണ് എൻ്റെ ദൈവീകമായ ദൈവവിശ്വാസത്തിലുള്ള പ്രതീക്ഷ. ഈ വളരെ ശ്രമം നടത്തിയിട്ടും പരാജയപ്പെട്ടിട്ട് അവസാനം പുലർച്ചെയാണ് ഈ രണ്ട് സ്ത്രീകളെ അതീവ രഹസ്യമായിട്ട് സന്നിധാനത്ത് എത്തിക്കുന്നത്. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്ത്രി ശുദ്ധിക്രിയ നടത്തി. ഈ നടപടി പൂർണ്ണമായും ശരി തന്നെയല്ല. രണ്ട് കാര്യങ്ങളാണ് ഈ തുറന്നു പറയുകയാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ കാര്യം ഞാൻ വ്യക്തിപരമായ ജീവിതത്തിൽ 100% സത്യം പറയുന്ന വ്യക്തിയൊന്നുമല്ല. ഇപ്പം ഭാര്യ എന്നെ വിളിച്ച് എൻ്റെ ഫ്രണ്ട്സിനോട് നിൽക്കുകയാണ്, ഞാൻ ചിലപ്പം വേറെ എവിടെയെങ്കിലും നിൽക്കുക എന്ന് പറയും, കള്ളം പറയാറ്. പക്ഷേ സാമൂഹിക കാര്യങ്ങളിൽ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം കള്ളം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ നമുക്കെല്ലാം അറിയാം തന്ത്രി നടയടച്ചത് ഇവർ കയറിയിട്ടാണ്. അല്ലാന്ന് ഒരു റിപ്പോർട്ട് കൊടുത്താൽ പോലും നമുക്കെല്ലാം അറിയാം ഈ പ്രത്യേക കാര്യം കൊണ്ടാണ്. പക്ഷേ അദ്ദേഹം ഒരുപക്ഷെ കോടതി ഇലക്ഷൻ അട്രാക്ട് ചെയ്യേണ്ടെന്നടക്കം വിചാരിച്ചിട്ടായിരിക്കും അത് കൊടുക്കുന്നത്. പക്ഷേ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എങ്ങനെ ഒളിച്ചു കടത്തിയത് ശരിയായില്ല. അതിൻ്റെ കാരണം നവോത്ഥാനം അതിൽ ആണത്വവും പെണ്ണത്വവും ഉള്ളൊരു നിലപാടാണ്. അതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്, അത് വേറെ. പക്ഷേ അത് ഓപ്പൺലി ഡിക്ലെയർ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ രാത്രിയിൽ ഇവരെ ഒളിച്ചു കടത്തിയത് വളരെ ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ടാണ് നവോത്ഥാന ബദലിൻ്റെ പ്രധാന സംഘാടകനായ ശ്രീ വെള്ളാപ്പള്ളി നരേശൻ സാറ് തന്നെ പിന്നെ അതൊരു കെണിയായി പോയി എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി അത് തറവേലയായി എന്നും ഭാര്യ പ്രീതി നടേശൻ മാഡം ഞങ്ങളെ വഞ്ചിച്ചു എന്നും പറയുന്നത് നവോത്ഥാനം അതിൽ ഉറക്കെയുള്ള അവരുടെ ആശയപ്രഖ്യാപനമാണ്. സത്യം, അതിനെ എതിർക്കാം നമുക്ക്. ഞാൻ റൈറ്റ് വിങ്ങർ ആയതുകൊണ്ട് ഒരു ലെഫ്റ്റ് ലിബറൽ ഐഡിയ എതിർക്കുന്നു. പക്ഷേ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒളിച്ചു കയറ്റി അതിനുശേഷം മറ്റേ മേക്കപ്പ് ഇട്ട് 60 വയസ്സുള്ള സ്ത്രീ ആയിട്ട് പ്രച്ഛന്ന വേഷം കെട്ടി ആള് മാറി ഒരാൾ വന്നു, പിന്നീട് 51 പേര് യുവതികൾ കയറി എന്ന് കള്ളം പറഞ്ഞു. മുഖ്യമന്ത്രി നേരിട്ട് ശ്രീലങ്കൻ യുവതി കയറി എന്ന് കള്ളം പറഞ്ഞിട്ട് എന്തേ ഹർത്താൽ നടത്താത്തത്? അതൊരു മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ? അതായത് ഇൻസൈറ്റിംഗ് വയലൻസ് ആണ്. 2 പേര് കയറിയപ്പോൾ നിങ്ങൾ ഹർത്താൽ നടന്നില്ല, ഇന്ന് ഒരാളും കൂടെ കയറിയിട്ടുണ്ട്, എന്താ നടക്കാത്തത്? അങ്ങനെ ഒരു മാധ്യമപ്രവർത്തനമായിട്ട് അറിയായിരിക്കും. ദി ഹിന്ദു, പേരെടുത്ത് ഞാൻ പറയാണ്, ദി ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ പത്രങ്ങളുടെ ബ്യൂറോകൾ പോലീസിലെ ഏറ്റവും ഹൈ ആയുള്ള സോഴ്സിനെ അടക്കം കോൺടാക്ട് ചെയ്തു. അവരടക്കം ശ്രീലങ്കൻ യുവതി കയറി, നിങ്ങൾ വാർത്ത ഫ്രണ്ട് പേജ് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത കൊടുത്തത്. എന്നിട്ട് CCTV ദൃശ്യങ്ങൾ വെളിയിൽ വിട്ടു. ഞാൻ കാണുന്ന ദൈവത്തിന്റെ കൈ എവിടെയാണ്? ആ CCTV ദൃശ്യങ്ങളിൽ 2 പേരുടെ ഇരുമുടിക്കെട്ടിന്റെ നിറം വേറെ. അവൻ പോലീസ് ദൂരെ നിന്നുള്ളൊരു CCTV ദൃശ്യം കൊടുത്തിട്ട് ഇതാന്ന് പറഞ്ഞ ആൾക്കാർ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. താഴേന്ന് കയറി ആളുടെ ഇരുമുടിക്കെട്ടിന്റെ നിറം കറുപ്പും ചുവപ്പും, മേളിലുള്ള ആളുടെ നിറക്കെട്ടിന്റെ മഞ്ഞ അല്ലെങ്കിൽ യെല്ലോയിഷാണ്. അത് ദൈവം കള്ളത്തരം ചെയ്യുന്നതിന് ദൈവം നമ്മളെ പിടിക്കുന്നതാണ്. അപ്പൊ ഈ കള്ളത്തരം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ശ്രീ പിണറായി വിജയൻ, നമുക്കെല്ലാം അറിയാം, 2-3 പേർക്ക് അതിൽ നിർബന്ധമുള്ളൂ. ശ്രീ പിണറായി വിജയൻ അടക്കം, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് അടക്കമുള്ളവർ. അപ്പൊ അതിൽ ശ്രീ പത്മകുമാർ സാർ വിശ്വാസിയാണെന്ന് എല്ലാവർക്കും അറിയാം. കടകംപള്ളി സാർ പോലും സോഫ്റ്റ് ആയൊരു നിലപാടെടുത്തു എന്ന് എല്ലാവർക്കും അറിയാം. ആക്ടിവിസ്റ്റുകൾ വേണ്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷേ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തി അവരത് ചെയ്തത് ശരിയായില്ല. ഏതവസ്ഥയിൽ NSSന്റെ സുകുമാരൻ നായർ സാർ, കോടിയേരി ബാലകൃഷ്ണൻ സഖാവിനെ കാട്ടി 12 വയസ്സോളം കൂടുതലുള്ള സുകുമാരൻ നായർ സാർ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ വിളിച്ച് ആരുടെ കാല് പിടിക്കാൻ വേണമെങ്കിൽ തയ്യാറായിരുന്നു എന്ന് പറഞ്ഞു. പേപ്പറിൽ കണ്ടു കാണും. അദ്ദേഹത്തെക്കാൾ മുതിർന്നൊരു വ്യക്തി അല്ലെങ്കിൽ NSSന്റെ സമാരാധ്യനായൊരു സാമുദായിക നേതാവ് വിളിച്ച് ഇതൊന്ന് നിർത്തിവെക്കാമെങ്കിൽ കാല് പിടിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ്, അതാണ് ഓരോ ഭക്തന്റെയും മനസ്സ്. ഞാനും വിജയരാഘവൻ സാർ LDF കൺവീനറുമായിട്ട് മനോരമയിലാണെന്ന് തോന്നുന്നു ഒരു ചർച്ച ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, സാറേ ആരുടെ കാല് വേണമെങ്കിൽ പിടിക്കാം, ഈ വിഷയം തീരുന്നത് വരെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കരുത്. പക്ഷേ
ഫെയ്ത്തുകളെ, എല്ലാ വിശ്വാസങ്ങളെയും അധിക്ഷേപിക്കുന്ന ഒരു നിലപാടെടുത്തു. അത് ചരിത്രത്തിൽ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി എന്തായാലും CPM-ന് അത് എടുത്ത ആൾക്കാർക്ക് ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഏതൊരു ഭക്തന് അല്ലെങ്കിൽ ഭക്തയായാലും ഇരുമുടിക്കെട്ടുമായിട്ടാണ് വന്നു കഴിഞ്ഞാൽ 18-ാം പടി ചവിട്ടി വേണം ഈ സോപാനത്ത് എത്താൻ വേണ്ടത്. പക്ഷേ ഇവരെ ഒന്നും അങ്ങനെ എത്തിക്കാൻ ഇവരാരും തയ്യാറാകുന്നില്ലല്ലോ. തരാത്തതിൻ്റെ കാര്യം അങ്ങനെയാണെങ്കിൽ പ്രതിഷേധം ഉണ്ടെന്ന് വരും. മാത്രമല്ല രാത്രി 1:30-ക്ക് കയറി 3:48 എന്നാണ് CCTV പറയുന്നതെന്നാണ് പറയുന്നത്. 3:48 ദേവസ്വം സ്റ്റാഫ് കയറുന്ന വഴി ഫുള്ള് പർദാ രീതിയിൽ ധരിപ്പിച്ച് ചോദിച്ചവരോട് ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് പറഞ്ഞ് ഇരുമുടിക്കെട്ടില്ലാതെ കയറ്റി സന്നിധാനത്ത് ഫോട്ടോഗ്രാഫ് എടുത്തുകൂടാ, മൊബൈൽ ഫോൺ എടുത്തുകൂടാ എന്ന് പറയുന്ന സ്ഥലത്ത് മൊബൈൽ ഫോണിൽ വീഡിയോയും ഫോട്ടോയും അടക്കം എടുത്ത് ചെയ്യുന്നതിൽ എന്ത് ധൈര്യമാണ്, എന്ത് ഇരട്ടച്ചങ്കാണ് ഇതിനുള്ളത്? ഇതാണോ ഇരട്ടച്ചങ്ക്? ഇതിനെന്താ ഈ ഒരു ഹൃദയമില്ലാതെ അദ്ദേഹത്തിനായി പോയി എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷമം. ഇപ്പം നമുക്കറിയാം ഈ ഇതിനകത്ത് ധാരാളം പേര് രംഗത്ത് വന്നു. ആരുടെയും ആഹ്വാനമില്ലാതെ നിരവധി സ്ത്രീകൾ നാമജപ ഘോഷയാത്രയൊക്കെ ആയിട്ട് രംഗത്ത് വരികയുണ്ട്. അതിനോടൊപ്പം തന്നെ അയ്യപ്പധർമ്മസേന, ശബരിമല കർമ്മസമിതി, BJP ഒക്കെ തന്നെ രംഗത്ത് വരികയുണ്ടായി. ഒരുപക്ഷെ BJP രംഗത്ത് വന്നപ്പോൾ പലരും പറയുന്നുണ്ടാക്കാം അതൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് വന്നതെന്ന്. തെരഞ്ഞെടുപ്പ് അടുത്തു. ഒരുപക്ഷെ BJP ഇതിനകത്തൂടെ ഏതെങ്കിലും തരത്തിൽ ശബരിമലയുടെ കാര്യത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കുമോ? അല്ല, ഒരു ഹിന്ദു സെന്റിമെന്റ്സ് ഹേർട്ട് ആയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അത് BJPക്കും കോൺഗ്രസിനും ആയിരിക്കും, അല്ലെങ്കിൽ ഹിന്ദു സെന്റർ റൈറ്റ് എന്ന് പറയുന്ന ആ ഫീലിങ്സ് ഹേർട്ട് ആയിട്ടുണ്ട്. BJPക്കും കോൺഗ്രസിനും അതിന് തീർച്ചയായും ബെനിഫിറ്റ് പോകും. പക്ഷേ ഞങ്ങളിത് രാഷ്ട്രീയം കാണുന്നവരല്ല. BJP ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം, BJPയോട് അനുഭാവമുള്ളൊരു വ്യക്തിയാണ് ഞാൻ, അല്ലെങ്കിൽ അവരുടെ ചിന്തകളോട് വിശാലാർത്ഥത്തിൽ അനുഭാവമുള്ളൊരു വ്യക്തിയാണ്. എന്നിരുന്നാലും ചെയ്യേണ്ടിയിരുന്നത് ശ്രീ കുമ്മനം രാജശേഖരൻ ചേട്ടനെ മിസോറാം ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ശബരിമല കർമ്മസമിതിയുടെ അധ്യക്ഷനാക്കണമായിരുന്നു. അതിന്റെ കാരണം ശ്രീ കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞാൽ അദ്ദേഹം സെൽഫ്ലെസ് ആണ്, എല്ലാവർക്കും വേണ്ടി നിൽക്കുന്നതാണ്, യാതൊരു സ്വാർത്ഥ താല്പര്യം. അദ്ദേഹം നേതൃത്വം കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വേറൊരു വഴി കൂടെ തിരിച്ചു 100% കാര്യം സത്യസന്ധമായി പറയാം. ഞാനൊരു മൃദു ഹിന്ദു നിലപാടെടുക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് സോഫ്റ്റ് ഹിന്ദു, സോഫ്റ്റ് സെക്യുലർ എന്നൊക്കെ പറയുന്ന നിലപാടെടുക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ പ്രതീഷ് വിശ്വനാഥ് AHP, അത് നല്ല, അവർ ഒരുപാട് പോരാടിയവരാണ്. അവർ കുറെ കൂടെ ഹാർഡ് ഹിന്ദു നിലപാടെടുക്കുന്നവരാണ്. ഈ ഹിന്ദു വിഭാഗത്തിന് ഒരുപാട് നിലപാട്, NSSന്റെ നിലപാടുണ്ട്, SNDPയിൽ വലിയൊരു വിഭാഗത്തിന് നിലപാടുണ്ട്. കുമ്മനം ചേട്ടൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ആത്മീയതയെ നമ്മൾ ബഹുമാനിച്ച് ആ ലീഡർഷിപ്പിൽ NSS പോലും ഒരുപക്ഷെ കുമ്മനം ചേട്ടനാണ് ഇതിന്റെ നേതൃത്വമെങ്കിൽ കുമ്മനം പറഞ്ഞാണല്ലോ എന്ന് പറയുന്ന നിലപാടുണ്ടാവും. ശബരിമല തന്ത്രിയായ എൻ്റെ മുത്തശ്ശൻ കണ്ടൂർ മഹേശ്വര് ഞങ്ങളുടെ വീട്ടിൽ നടന്ന ഒരു വലിയ തർക്കത്തിനും പ്രശ്നത്തിലും കുമ്മനം ചേട്ടൻ വരികയും നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്തു. പുള്ളി അന്ന് കുമ്മനം ചേട്ടനെ കാട്ടി 20-30 വയസ്സ് കൂടുതലുള്ള എൻ്റെ മുത്തശ്ശൻ പറഞ്ഞു, കുമ്മനം പറയുന്നതല്ലേ നന്മ വെച്ച് എല്ലാവർക്കും വേണ്ടിയേ പറയൂ. ആ വിശ്വാസം കുമ്മനം രാജശേഖരൻ എന്നുള്ള ഒരു വ്യക്തിയിൽ സാധാരണ ഹിന്ദു വിഭാഗങ്ങൾക്കുണ്ട്. അദ്ദേഹം വളരെ പ്ലൂറലിസ്റ്റിക് ആണ്, ഒരു സെക്യുലർ അല്ലെങ്കിൽ മത സൗഹാർദ്ദത്തിന് നിലപാടെടുക്കുന്ന ആളാണ്. ശ്രീ കുമ്മനം ചേട്ടൻ തിരിച്ചു വന്നെങ്കിൽ, ഗവർണർ സ്ഥാനം തിരിച്ചു വന്ന് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വം ഏറ്റെടുത്തിരുന്നെങ്കിൽ ഈ സമരം കുറെ കൂടെ വിജയവും കുറെ കൂടെ ഇൻക്ലൂസീവും, ഞങ്ങളടക്കം എല്ലാവരും, കുമ്മനം ചേട്ടൻ ഒരു നിലപാട് പറഞ്ഞാൽ അതിന്റെ മേളിൽ ആരും പറയില്ല. കാര്യം അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടുള്ള വിധേയത്വമല്ല, ആ മനുഷ്യന്റെ നന്മയാണ്. ആ രീതിയിൽ ശ്രീ കുമ്മനത്തെ തിരിച്ചു കൊണ്ടുവരാറുന്നത് വലിയൊരു പരാജയം തന്നെയാണ്. നിലയ്ക്കൽ സമരത്തിന്റെ വേറൊരു തരത്തിലുള്ള വിജയം, ഒരുപക്ഷെ നിലയ്ക്കൽ സമരത്തെക്കാൾ വലിയ വിജയവും കുറെ കൂടി ഇൻക്ലൂസീവുമാണ്. ഈ വിഷയത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ സംഘങ്ങളിൽ ആരും എതിരല്ല, എല്ലാവരും നമുക്ക് അനുകൂലമാണ്. ഇത് വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. അപ്പോൾ ആ വിശ്വാസത്തിന്റെ സ്ഥാനത്ത് ശ്രീ കുമ്മനം രാജശേഖരൻ എന്ന ആദ്യം ഹിന്ദു ആക്ടിവിസ്റ്റും പിന്നീട് BJP-കാരനുമായ അദ്ദേഹം, രണ്ടാമതേ BJP ഉള്ളൂ, അദ്ദേഹം ആദ്യം ഒരു കോർ ഹിന്ദു ആക്ടിവിസ്റ്റാണ്. ആ ഹിന്ദു ആക്ടിവിസ്റ്റ് ആയ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് അദ്ദേഹം നയിക്കണമായിരുന്നു. എന്നാലേ ആ ലീഡർഷിപ്പിന് വിശ്വാസ്യത അല്ലെങ്കിൽ കുറെ കൂടെ ക്രെഡിബിലിറ്റി വരും. ആ രീതിയിൽ BJP-യുടെ ഭാഗത്തുനിന്ന് അത് BJP-ക്ക് രാഷ്ട്രീയപരമായ ഗുണം ചെയ്യുമായിരുന്നു. ശ്രീ കുമ്മനം രാജശേഖരൻ അങ്ങനെ മിസോറാമിൽ നിന്ന് തിരിച്ചു വന്ന് ലീഡർഷിപ്പ് ഏറ്റെടുത്തതിന് ശേഷമാണ് തിരുവനന്തപുരത്ത് നിൽക്കുന്നതെങ്കിൽ അത് കുറെ കൂടെ സ്വീകാര്യതയും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ തന്നെ സ്വീകാര്യതയുണ്ട്, പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്ത് തിരിച്ചു വന്നു എന്ന് പറയുന്ന കാര്യമൊക്കെ ഉണ്ടാവുമായിരുന്നു. ആ രീതിയിൽ ഉള്ളൊരു നീക്കം ഉണ്ടാകണമായിരുന്നു. RSS, പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല, RSS BJP വിശിഷ്യ RSSന്റെ ഫുഡ് സോൾജിയേഴ്സ് വളരെ കാര്യമായി ഇതിൽ പ്രവർത്തിച്ചു. കാര്യം സംഘം കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സ്ഥലങ്ങളിലൊന്ന് കേരളമാണ്. BJP കേരളത്തിൽ ഒട്ടും സ്ട്രോങ് അല്ലെങ്കിലും ആ RSSന്റെ കാര്യകർത്താക്കൾ വളരെ ബുദ്ധിമുട്ടി എഫേർട്ട് എടുത്തു. ആദ്യം മടി കാണിച്ച് നിന്നവരും ഫുൾ സ്വിങ്ങിൽ ഇറങ്ങി. അത് വലിയ രീതിയിൽ ആ മെഷീനറി വർക്ക് ചെയ്തത്, പിന്നെ NSSന്റെ മെഷീനറി കാര്യമായി വർക്ക് ചെയ്തു നാമജപങ്ങൾക്കെല്ലാം. ആ രീതിയിൽ പോസിറ്റീവായി ശ്രീ സുരേന്ദ്രൻ അടക്കം ഒരുപാട് പേർ, ത്യാഗം ശോഭ ചേച്ചി അടക്കം, അല്ലെങ്കിൽ ശ്രീരംപിള്ള സാർ അടക്കം, അപ്പോൾ ആ രീതിയിൽ ആ മെഷീനറികളൊന്നും സമാനമായി എടുത്തു പറയേണ്ടതാണ്. കോൺഗ്രസ് നേതാക്കളടക്കം, ശ്രീ രമേശ് ചെന്നിത്തല അടക്കം UDF സംഘം പ്രധാനമന്ത്രിയെ കാണാൻ പോകും, കുഞ്ഞാലിക്കുട്ടി സാർ അടക്കം പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നൊക്കെയുള്ള വാർത്തകളും മറ്റും കണ്ടു. ഒന്ന് താമസിച്ചു പോയി. അപ്പോൾ അതിന് പൊളിറ്റിക്കലി ഗുണം ഉണ്ടായേക്കാം. കാര്യം പക്ഷെ ഒരു കാര്യമുണ്ട്, പൊളിറ്റിക്കലി ഇതിൽ കോൺഗ്രസിനാണോ BJP-ക്കാണോ ഗുണം ഉണ്ടാകുന്നറിയില്ല, CPM-ന് ഒരു ബാക്ക്ലാഷ് ഉണ്ടാവും. CPM-ന് തീർച്ചയായും ഒരു ബാക്ക്ലാഷ് ഉണ്ടാവും. കാര്യം അത് ഏതെങ്കിലും വിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, കാണിച്ചത് അന്യായമാണ്.
കാണിച്ചത് ഒരു ഹാർഡ് ലൈൻ നിലപാടാണ്. കേരളം പോലെ ഒരു ബഹുസ്വര സമൂഹത്തിന് ചേരാത്ത നിലപാടാണ്. അതുകൊണ്ട് CPM ഒരു തിരിച്ചടി കിട്ടുമെന്ന് കാര്യത്തിൽ സംശയമില്ല. ഈ റിവ്യൂ ഹർജി വന്ന സമയത്ത്, പരിശോധിച്ച സമയത്ത് ഈ ദേവസ്വം ബോർഡ് നിലപാട് മാറ്റി. ഒരുപക്ഷെ പത്മകുമാറിനെ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പത്മകുമാറിനെ ഒരുപക്ഷെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് മറ്റു ബോർഡംഗങ്ങളും ദേവസ്വം കമ്മീഷണറുടെയും ഉള്ള ശക്തമായ ഇടപെടലല്ലേ അതിനകത്ത്? അതാണ് ചെയ്യുന്നത്. സത്യമാണ്, ഇത് കള്ളം പറഞ്ഞൊരു കാര്യമില്ല. പത്മകുമാർ സാർ വിശ്വാസിയാണ്. ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, രാഹുൽ ഈശ്വറിനേക്കാൾ നല്ല വിശ്വാസിയാണ് പത്മകുമാർ സാർ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാര്യം ഹരിവരാസൻ അവിടെയൊക്കെ ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷേ പത്മകുമാർ സാറിന് ബാലൻസ് ചെയ്യാൻ പരമാവധി നോക്കിയിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്ത് ഏത് വിധേനയും ഈ കേസ് ശബരിമലയിൽ തോപ്പിക്കണം എന്ന് തീരുമാനിച്ചാണ് സുപ്രീം കോടതിയിൽ അവർ പോയി ചെയ്തത്. അത് അന്യായമായി പോയി. ഏതവസരത്തിൽ സാവകാശ ഹർജി മുഖ്യമന്ത്രി അടക്കം കൊടുക്കാമെന്ന് പറയുന്ന സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തത് വളരെ കഷ്ടമായി പോയി. എങ്ങാനും ശബരിമല ജയിച്ചു പോയാലോ നമ്മളാൽ കഴിയുന്ന അവസാന ആപ്പും കൂടെ വെച്ചേക്കാം എന്ന് പറഞ്ഞ് ശബരിമലയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ വാദിച്ചതാ. ഇനിയും കോടതി എന്താണ് നിലപാടെടുക്കുക എന്നറിയില്ല. കോടതിയും അല്ലെങ്കിൽ ഓർഡിനൻസ് വഴി ഇത് ജയിക്കും. പക്ഷേ വരും നൂറ്റാണ്ടുകൾ നമ്മൾ ഈ വിഷയം വിജയിച്ചിട്ടേ അവസാനിപ്പിക്കൂ. വരും നൂറ്റാണ്ടുകളിൽ ശബരിമല ശക്തിയുക്തം ഈ പോരാട്ടം, നമ്മൾ നടത്തിയ ഈ പോരാട്ടം ഐതിഹാസികമായ ധർമ്മസമരം ഓർത്തിരിക്കും. അത് സ്വാമി അയ്യപ്പന് വേണ്ടി, ഇന്ത്യൻ ബഹുസ്വരതയ്ക്ക് വേണ്ടി, ഇന്ത്യയുടെ ആത്മീയ അഭിവൃദ്ധിക്ക് അല്ലെങ്കിൽ ഐക്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമായി വിലയിരുത്തപ്പെടും. ഈ കോടതി നടപടികൾ നമുക്കറിയാം നീണ്ടുപോകും. പക്ഷേ ശബരിമല എല്ലാ മലയാള മാസവും തുറക്കുകയാണ്. പിന്നെ ഉത്സവകാലം വരുന്നുണ്ട്, അതുപോലെ തന്നെ വിഷു ഉത്സവം വരുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോഴും ഈ അശാന്തമായ തരത്തിൽ നിരോധനാജ്ഞയുടെ നിഴലിൽ നിൽക്കുന്ന ഒരു സന്നിധാനമായി മാറില്ല. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ മനസ്സമാനം കിട്ടാൻ വേണ്ടി അമ്പലത്തിൽ പോകുന്നു. ഇപ്പൊ ശബരിമല ഇപ്പോൾ അതിനെക്കാട്ടി മനസ്സമാനക്കേടായി. അപ്പൊ അതൊരു പക്ഷേ കലികാലത്തിന്റെ ഒരു പ്രഭാവമായിരിക്കാം. ഈ ഫെബ്രുവരിക്കുള്ളിൽ വിധി അനുകൂലമാണെങ്കിലും എതിരാണെങ്കിലും വരുമെന്ന പ്രതീക്ഷയിലാണ്. അങ്ങനെയാണെങ്കിൽ മാർച്ചിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഓർഡിനൻസിന് വേണ്ടി നായർ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി സുകുമാരൻ നായർ സാറും ഇവിടെ RSSന് വേണ്ടി പ്രാന്ത് സംഘാലക് PB മേനോൻജിയും അടക്കമുള്ളവർ പ്രസ് ചെയ്തു എന്ന വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. ആ രീതിയിൽ ഒരു ഓർഡിനൻസ് പോലെ എന്തെങ്കിലും കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ഹൈന്ദവ മുഖവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ശ്രീ രാഹുൽ ഈശ്വറിന് ഈ BJP ഏതെങ്കിലും തരത്തിൽ ഒരു സീറ്റ് വാഗ്ദാനം വല്ലതും? ഞാൻ കക്ഷി രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ല എന്നല്ല, പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് അതിൻ്റെ ന്യൂആൻസസിലേക്ക് പോവുകയല്ല. ഞാൻ കുറെ കൂടെ ഓണസ്റ്റായി ദേശനിർമ്മാണത്തിൻ്റെ രാഷ്ട്രീയം പറയുന്ന വ്യക്തിയാണ്. ആ രാഷ്ട്രീയം പറയുന്ന വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ സ്ഥിരം പോകുന്ന വേദികളിൽ പറയും, നമ്മുടെ ഇന്ത്യൻ കൊടിയാണല്ലോ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ ചിഹ്നം. ഈ കൊടിയുടെ അർത്ഥം, ഈ കൊടി ഡിസൈൻ ചെയ്യുന്നത് പിങ്കാളി വെങ്കയ്യയും മഹാത്മാഗാന്ധിയും ചേർന്നാണ്. 13/4/1921, അതായത് ഏപ്രിൽ 13, 1921 മഹാത്മാഗാന്ധി ഈ കൊടിയുടെ രാഷ്ട്രീയം എഴുതുന്നുണ്ട്. മഹാത്മാഗാന്ധി പറയുന്നു, ഇതിൽ കാണിക്കുന്ന ഈ റെഡിഷ് ഓക്രെ, സാഫ്രൻ എന്ന് പറയുന്ന നിറം ഹിന്ദുക്കളെ അല്ലെങ്കിൽ ധാർമ്മിക് റിലീജിയൻസിനെ സൂചിപ്പിക്കുന്നതാണ്. ഹിന്ദു, ബുദ്ധിസ്റ്റ്, സിഖ്, ജെയിൻ അടക്കമുള്ള റിലീജിയൻസ്. ഇതിലെ വെള്ള ക്രിസ്ത്യാനികളെയും പാഴ്സികളെയും ന്യൂനപക്ഷങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഇതിലെ പച്ച മുസ്ലിങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. നമ്മളെല്ലാം ഹാർമണിയിൽ ജീവിക്കണമെന്നുള്ളതാണ് ഈ കൊടിയുടെ അർത്ഥം. ഈ അർത്ഥം നമ്മുടെ ലെഫ്റ്റിസ്റ്റുകൾ മറന്നുപോയി, റൈറ്റിസ്റ്റുകൾ മറന്നുപോയി. ലെഫ്റ്റിസ്റ്റുകളുടെ താല്പര്യം ഇത് മുഴുവൻ മതേതരമാണെന്ന് പറഞ്ഞ് ഇതിൽ ചുമപ്പടിക്കണമെന്നാണ്. റൈറ്റിസ്റ്റുകളുടെ താല്പര്യം ഇത് മുഴുവൻ മറന്നിട്ട് ഫുള്ളിനും കാവി അടിക്കണമെന്നാണ്. പക്ഷേ ഇന്ത്യക്ക് കാവി മാത്രമായി ചേരില്ല. കാവിയും വെള്ളയും പച്ചയും ഒരുമിച്ചുള്ളൊരു ഇന്ത്യ വേണം. ആ ഗാന്ധിയൻ ചിന്ത ഉയർത്തുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റായി ഞാൻ നിലനിൽക്കും. ഏതായാലും ഇത്രയേ ഉള്ളൂ പറഞ്ഞതിന് വളരെ നന്ദി. നമസ്കാരം.